രാവിലെ തന്നെ നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് സൂര്യ ചേച്ചി കൂടി പിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും ഞാൻ മലയാളി മങ്കയെ പോലെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയായിട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അതല്ലേലും അങ്ങനെയാണ്, നമ്മൾ എവിടെയും പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്തായിരിക്കും കറക്റ്റായിട്ട് പെയ്യുന്നത്. എന്തായാലും സൂര്യ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് തന്നെ പ്രസൻറ്റേഷനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുമായിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. ചെന്നപ്പോഴത്തേനും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് ഒരു മിക്കവരും ലേറ്റ് ആയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ കൊടുത്ത് നമ്മളോരോ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ പോയത് ഫുഡ് അടിക്കാനായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ ഒന്നും തള്ളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെന്നു സീറ്റ് കിട്ടിയിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ വല്ലപ്പോഴും ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്ടോ. അങ്ങനെ ദേ പായസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രഥമനായിരുന്നു കേട്ടോ, എൻ്റെ ഫേവറേറ്റ് പായസം കേട്ടോ ഇത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പോയിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കാണെങ്കിൽ സൂര്യചേച്ചിയുടെ കമ്മലൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തപ്പി നടന്നെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റെസ്റ്റിക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് മാത്രമേ നടന്നുള്ളൂ, എടുക്കലൊന്നും നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി വൈകിട്ട് വേറൊരു റിസപ്ഷൻ കൂടി പോകണം. അങ്ങനെ അതേ ചേച്ചി ഇതിനിടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതുമായിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.